ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പോത്തുലാൻഡ്സ്. നമ്മൾ ഇന്ന് കാണുന്നത് പ്ലെയിൻ കളേഴ്സിലുള്ള ഫാബ്രിക് ആണ്. കോട്ടൺ സിൽക്ക് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ടോപ്പ് ചെയ്യാനായിട്ടും ബോട്ടം ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഈ പ്ലെയിൻ കളേഴ്സിലാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾക്കൊരു ഹാൻഡ് എംബ്രോയിഡറിയോ മെഷീൻ എംബ്രോയിഡറിയോ അല്ലെങ്കിൽ ലേസ് വർക്കോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ്. 99 രൂപയാണ് പ്രൈസ് പെർ മീറ്റർ. 44 ഇഞ്ച് വിട്ടിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആ. ഓരോ കളറും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഇത് വന്നിരിക്കുന്നത് ഈ ഒരു എന്താ പറയാ ചോക്ലേറ്റ് ബ്രൗണിന്റെ ഒക്കെ വളരെ ലൈറ്റ് ടോൺ അല്ലെങ്കിൽ നമുക്ക് സ്മോഗ്രയുടെ ഒരു ടോൺ അങ്ങനെയുള്ള ഒരു കളറിലേക്കാണ് ഇത് പോകുന്നത് കേട്ടോ. പേസ്റ്റൽ ടോൺ ആണ്. നമുക്കിത് ടോപ്പ് ചെയ്യാനും ബോട്ടം ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഇത്. ഒരു സിൽക്കി ഫിനിഷിലാണ് ഫാബ്രിക് വരുന്നത്. നിങ്ങൾക്ക് അറിയാം, അത് പുതിയ ഫാബ്രിക് ഒന്നും അല്ല. അതായത് മാർക്കറ്റിൽ ഇപ്പൊ എപ്പോഴും അവൈലബിൾ ആകുന്ന ഫാബ്രിക്. ഞാൻ ഈ ബോട്ടം ചെയ്യാനൊക്കെ ആയിട്ടും അതുപോലെ പ്ലെയിൻ ഫാബ്രിക് കൊണ്ടുവരാനായിട്ട് പറയുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കളക്ഷൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഓണത്തിനൊക്കെ ഉള്ള ഉടുപ്പുകൾ ഉണ്ടല്ലോ, ഈ എന്താ പറയാ ഓണം സെലിബ്രേഷൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ടും ഇതിലെ കളേഴ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ഗ്രേ ടോണിലേക്കാണ്. ഗ്രേ കളറിൽ സെയിം ഫാബ്രിക് തന്നെ 99 രൂപ പെർ മീറ്ററിൽ. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം ചെയ്യാനൊക്കെ ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ലൈനിങ് ഇല്ലാതെ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വരുന്നത് ഒരു എന്താ പറയാ പർപ്പിൾ ടോൺ എന്ന് പറയാം, ആ ഒരു കളറിലേക്കാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നിരിക്കുന്ന ഒരു ഗ്ലോസി ഫിനിഷിലേക്കാണ് ഫാബ്രിക് വരുന്നത്. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ ഒട്ടും തന്നെ ട്രാൻസ്പെറന്റ് അല്ല, ഒട്ടും തന്നെ നിഴലടിക്കില്ല. നെക്സ്റ്റ് ആണ് നമുക്കൊരു ക്രീം കളറിലേക്കാണ് വരുന്നത്. ക്രീമിന്റെ ഒരു ചന്ദന കളർ എന്ന് പറയില്ലേ, ആ ഒരു കളറിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ള ഒരു കളറാ. ഇനി നമ്മുടെ സീസൺ ആയിട്ടുള്ള ഓണം സീസണൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ടും ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു കളറാണല്ലോ ഇത്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടും നമുക്ക് ഇതെടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു റെഡ് കളറാണ്, മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളറിലേക്ക് കേട്ടോ. ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം. എല്ലാ കളേഴ്സും നമുക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളത് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് റാണി പിങ്ക് ഷെയ്ഡിലേക്കാണ്. ഇതും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെ. നമുക്ക് ഒത്തിരി ബ്രൈറ്റ്നെസ് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കളറാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇന്ന് കണ്ടത് കോട്ടൺ സിൽക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ. 99 രൂപ പെർ മീറ്ററിൽ 44 ഇഞ്ച് വിട്ടിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.